അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ്. രാവിലെ തന്നെ എണീറ്റ് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ പുറത്തുനിന്നൊക്കെയാണ് കേട്ടോ പൂ വാങ്ങിക്കാറ്. ഇപ്രാവശ്യം അച്ഛൻ പറഞ്ഞു പുറത്തുനിന്നൊക്കെ പൂ പറിച്ചാൽ മതിയെന്ന്. ഞങ്ങളുടെ വീട്ടിലുള്ള പകുതി പേരും നൊസ്റ്റാൾജിയ പിടിക്കുന്ന ആൾക്കാരാണ് ഗൈസ്. അതുകൊണ്ട് പുറത്തുനിന്നാണ് ഇപ്രാവശ്യം പൂ ഒക്കെ പറിച്ചത്. കുറച്ചൊക്കെ ഞങ്ങളുടെ മുറ്റത്തുണ്ടായിരുന്നു, ബാക്കിയെല്ലാം പുറത്ത് പറമ്പിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ പറിച്ചത്. പിന്നെ ഞാൻ കയ്യിൽ കുറച്ച് മൈലാഞ്ചി ഇട്ടാണ്, അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം കുറേ പൂ ഇങ്ങനെ പറിച്ചുകൊണ്ട് വരും, അതൊക്കെ ഞാനിങ്ങനെ ശരിയാക്കി ഇടുമായിരുന്നു, കാരണം പൂ തികയുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് അങ്ങനെ ഈ പൂ ഞങ്ങൾക്ക് ഈ കോളാമ്പിപ്പൂ അങ്ങനെ കണ്ടായിരുന്നു എൻ്റെ പേര്. അപ്പോൾ അത് 2 എണ്ണം കിട്ടിയുള്ളൂ, കുറച്ചുകൂടെ പറിച്ചുകൊണ്ട് വരാൻ അതോട് പറയായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ സൈക്കിൾ എടുത്ത് 2 റൗണ്ടൊക്കെ അടിക്കുകയാണ്. പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരത്തിന് ഒരു ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബാഡ്മിൻ്റനൊക്കെ എടുത്ത് കളിക്കുകയാണ്. പിന്നെ അവൻ സൈക്കിൾ ഓടിച്ച് അവിടെ വന്ന് ആ സൈക്കിൾ അവിടെ വെച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അത് ഉരുണ്ട് വീണു ഗൈസ്. അത് കഴിഞ്ഞ് അതവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ ഞങ്ങളുടെ ഒരു ഷട്ടിൽ ബാറ്റ് കളിക്കാൻ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കുറേ നേരം ഞങ്ങൾ കളിച്ചു കേട്ടോ. പക്ഷേ ഇവനൊരു കാര്യമുണ്ട്, എപ്പോൾ ഷട്ടിൽ അടിച്ചാലും ഇവൻ ആ പറമ്പിലോട്ട് കളയാണ് ഗൈസ്. അത് ഞങ്ങൾ കുറച്ച് നേരം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്തപ്പൂ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ വേഗം റെഡി ആയിട്ട് വന്ന് ഞങ്ങൾ ഇതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആവാമെന്ന് വിചാരിച്ചു. കണ്ണാടിയൊക്കെ വെച്ച് ഞാൻ ഒരു പോസ് എടുത്ത്. പിന്നെ ഇതിൻ്റെ ഈ അത്തപ്പൂവിൻ്റെ നടുക്ക് എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലേ. അപ്പോൾ ഞങ്ങളത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് വേറെ കുറച്ച് പൂവൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ, ഞങ്ങളുടെ ഫുള്ളായിട്ട് എടുത്താണ്. അതിനെ കൂടെ കൂട്ടിയിട്ട് അത്തപ്പൂവിൻ്റെ ആയിട്ടൊരു വീഡിയോ എടുത്താണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോയിരുന്നു. ഞങ്ങൾ സിറ്റ് ഔട്ടിൽ പോയിരുന്നിട്ട് കുറച്ച് കുനുകുനൊക്കെ പറഞ്ഞപ്പോൾ സമാധാനമായി ഗൈസ്. അവനെക്കുറിച്ചും കുറേ കുറ്റം പറഞ്ഞു, അവൻ എന്നെക്കുറിച്ചും കുറേ കുറ്റം പറഞ്ഞു. അതാണല്ലോ പതിവ്. അത് കഴിഞ്ഞ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ശർക്കര ഇങ്ങനെ മെൽട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സദ്യക്കൊക്കെ സൈഡിൽ വെക്കുന്ന മറ്റേ ഉപ്പേരിയില്ലേ, അതാണ് കേട്ടോ. അത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് പുളിശ്ശേരി, പിന്നെ അവിയൽ. കൃഷ്ണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ആണെന്നാണ് പറയണത്. അപ്പോൾ അതില്ലാതൊരു കളിയില്ല. പിന്നെ ഇതെന്താ ഉള്ളിക്കറി അങ്ങനത്തെ എന്തോ ഒരു ഇതാണ്, ഉള്ളിത്തീയിലാണെന്ന് തോന്നുന്നു. പിന്നെ അച്ചാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ടിന്നിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബീൻസിന് തോരൻ വെക്കാനുള്ള പരിപാടി. അടുപ്പ് എല്ലാം ഫുള്ളായതുകൊണ്ട് നമ്മൾ പുറത്തോട്ടാക്കി പാചകം. പായസമൊക്കെ ഞങ്ങൾ പുറത്താണ് വെച്ചത്. അപ്പോൾ അച്ഛനായിരുന്നാലും മെയിനാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഇളക്കി. നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ആവി വറക്കണ പുക കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഈ കാറ്റൊക്കെ ഈ മഞ്ഞൊക്കെ വരുന്ന പോലെ ഒരു ഫീലായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ആയി വന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാത്രത്തിനകത്ത് ഒരു കോല് പോലത്തെ ഒരു സാധനമുണ്ട്, ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്യണം. അതൊക്കെ വെച്ച് നമ്മൾ അടച്ചു വെച്ചേക്കായിരുന്നു. പിന്നെ വാഴയിലൊക്കെ സെറ്റ് ചെയ്തു. ഇത് പാവയ്ക്കാത്തീയിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യക്കുള്ള എല്ലാ സംഭവങ്ങളും സെറ്റായി. ഉച്ചയായിട്ടുണ്ട്, ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഐറ്റംസ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഇതാണ് പഴം, നേരത്തെ ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എത്ര കടയിൽ കയറുന്നത് അറിഞ്ഞൂടാ, പഴം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ചോറാണ്, പിന്നെ ഇഞ്ചിക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സാമ്പാർ പിന്നെ പറയണ്ടല്ലോ, അതില്ലാതൊരു കളിയില്ല. അപ്പോൾ ഇതെല്ലാം ഇരിക്കണം കണ്ടിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ഒരു ഇലയിൽ ഞാൻ വിളമ്പാന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഉപ്പാണ് ഇട്ടത് കേട്ടോ. പിന്നെ അടുത്ത് എന്ത് ഇടണമെന്ന് ഞാൻ ആലോചിച്ച് നടക്കുമ്പോഴാണ് അടുത്ത ഫുഡ് ഐറ്റം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോൾ ഉപ്പ് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അടുത്ത് വെച്ചത് നാരങ്ങയാണ്, വലിയ നാരങ്ങയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തായിട്ട് ഞങ്ങൾ പുളിയിഞ്ചിയാണ് എടുത്തത്. ഇതിന് നല്ല മധുരം പോലത്തെ സംഭവമാണ്, അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിന് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് ഉള്ളിത്തീയിലാണ്. ഇത് മതി, അത് മതി ചോറുണ്ണാനായിട്ട്, വേറെ ഒരു കറികളും വേണ്ട. ഇത് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാം കുറച്ചായി ഞങ്ങൾ വെച്ച് സെറ്റാക്കി. പകുതി കറികളൊക്കെ ഞങ്ങൾ വെച്ചു. അടുത്തായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീൻസിൻ്റെ തോരനാണ് കേട്ടോ. നല്ല തേങ്ങയൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ബീൻസാണ്. അപ്പോൾ ഞാൻ അത് കുറച്ച് അധികം വെച്ചു. അപ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ. അടുത്താണ് മോനെ അവിയലില്ലാത്ത സദ്യ ഉണ്ടോ. അപ്പം ഞങ്ങൾ അവിയലിങ്ങനെ വെച്ച് കൊടുത്തു. അവിയൽ ഫസ്റ്റ് തന്നെ ഞാൻ മുരിങ്ങക്കോലൊക്കെ ഉള്ള
അപ്പോൾ അവിയലൊക്കെ എല്ലയിലും വിളമ്പിയിട്ട് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല കൊതി തോന്നിയിട്ടോ ഗൈസ്. അടുത്തായിരുന്നു നമ്മുടെ മെയിൻ സംഭവം. നമ്മൾ സദ്യയൊക്കെ കഴിയുമ്പോൾ എല്ലായിടത്തും ഉള്ളൊരു സംഭവമാണല്ലോ ഈ ഉപ്പേരി. അപ്പോൾ ഉപ്പേരി നമ്മൾ അങ്ങോട്ട് വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രഷ് ഉപ്പേരിയാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതും അച്ഛമ്മ തന്നെയാണ് ഉണ്ടാക്കി. അച്ഛമ്മ നല്ലൊരു കുക്കറാണെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് എന്ത് വെക്കും എന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോഴായിരുന്നു നമ്മൾ ചോറ് വെച്ചതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സംഭവം. അപ്പം അതൊക്കെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ കൈ പൊള്ളാൻ തുടങ്ങി കഴിച്ചു. അത്രയും നല്ല ചൂടുണ്ടായിരുന്നു ചോറിന്. അത് കഴിഞ്ഞ് അവർ വന്നതിന് ഹെൽപ്പ് ചെയ്തൊന്ന് പിടിച്ച് വെക്കാൻ വേണ്ടി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ശേഷം അത് കഴിഞ്ഞ് അരിമണി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ അവിടെ നടക്കുമ്പോഴാണ് പപ്പടം വെച്ചില്ല എന്ന് ഓർക്കണം. അതാണ് പപ്പടം എടുത്ത് അവിടെ വെക്കാൻ പോകണം. നല്ല ഒരെണ്ണം തന്നെ നോക്കിയിട്ട് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ സംഭവമായ സാമ്പാറാണ് എടുക്കാൻ പോയത് കേട്ടോ. സാമ്പാറിന് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് അച്ഛമ്മ അവിടെ കൊണ്ടേ തന്നായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ചോറിൻ്റെ നടുവിലോട്ട് തന്നെ ഇട്ട് കൊടുത്തു. സാമ്പാറില്ലാത്ത കള്ളിയില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് സാമ്പാർ കുറച്ച് അധികം വെച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്. അത് മാത്രം കൂട്ടി കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. സത്യത്തിൽ 2-3 കറിയൊക്കെയാണ് എനിക്കിഷ്ടമുള്ളത് സത്യം പറഞ്ഞാൽ. പിന്നെ ഈ ചോറൊന്നും ഉണ്ണണ്ടേ ആവശ്യമില്ല, കറികൾ കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് അറിയും. അത് കഴിഞ്ഞിട്ട് വേറൊരു കലാവിരുദ്ധമുണ്ട്. അതാണ് പപ്പടം പഴവും പായസം കൂട്ടി ഒന്ന് കഴിക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ സദ്യ കഴിക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ സദ്യയിലെ അവസാന ഘട്ടമായ പപ്പടം പഴം പായസമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. എന്നിട്ട് അതങ്ങ് ഞെരടിയിട്ട് അച്ഛൻ എനിക്ക് കുറച്ച് പായസം അങ്ങ് ഒഴിച്ചു തന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോകട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒരു പപ്പടം കൂടെ വെച്ചത് ഫസ്റ്റൊക്കെ ഞാൻ വിചാരിച്ചു ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാണ്. പിന്നെ എല്ലാം മനസ്സിലായി അപാര ടേസ്റ്റാണ് കഴിച്ചത്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും വേണം ഇവരോട് ചോദിക്കുമായിരുന്നു എനിക്കത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഫുഡൊക്കെ കഴിച്ച് തീരാറായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും